അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ അഖ്ലാഖ് ബുക്കിലെ 3ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 2ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? റാഷിദിന്റെ മാതൃക അല്ലേ? അതിൽ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം അല്ലേ? ഇനി നമുക്ക് 3ാം പാഠം നോക്കാം. പാഠം 3. മുത്തുനബിയുടെ തൊട്ടടുത്തൊരു സീറ്റ്. മുത്തുനബിയുടെ തൊട്ടടുത്തൊരു സീറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ടല്ലേ? അത് ആർക്കാണ് ഇരിക്കാൻ പറ്റുക? ഒരു കുട്ടിക്ക് മാത്രമാണോ? അത് ഒരു പേരുള്ള കുട്ടികൾക്ക് മാത്രമാണോ? അല്ലല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. എന്താണ്? ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു അറാബി നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉരത്ത കരയുള്ള പുതപ്പ് പിരിച്ച് ശക്തിയായി പിന്നോട്ട് വലിച്ചു. പുതപ്പിന്റെ കര തട്ടി നബിയുടെ കഴുത്തിൽ പാടുണ്ടായി. എന്താണ്? നബി സല്ലല്ലാഹു തങ്ങളുടെ കഴുത്തിൽ എന്താണ്ടായിരുന്നു? ഒരു ഷോൾ പോലത്തെ സാധനം അല്ലേ, ഒരു പുതപ്പ്. എന്നിട്ട് പിന്നിൽ നിന്ന് ഒരു അറാബി വന്നിട്ട് അത് പിടിച്ച് വലിച്ചു അല്ലേ? അപ്പൊ എന്താവും? വരക്കും. അപ്പോ അവിടെ പാടുണ്ടായി. നബി സല്ലല്ലാഹു തങ്ങളുടെ കഴുത്തിൽ പാടുണ്ടായി. അവൻ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ അടുക്കലുള്ള അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക. തിരിഞ്ഞു നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ അവന് നൽകാൻ കൽപ്പിച്ചു. എന്താണ്? അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ. നബി എന്ന് പറഞ്ഞില്ല, മുഹമ്മദേ എന്നാണ് പറഞ്ഞത് അല്ലേ? നബി എന്ന് പറഞ്ഞില്ല, മുഹമ്മദേ എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നിട്ടോ, നിന്റെ അടുക്കലുള്ള അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? നോക്കി. എന്നിട്ട് തിരിഞ്ഞു നോക്കി. എങ്ങനെയാണ് തിരിഞ്ഞു നോക്കിയത്? പുഞ്ചിരിയോടെ. അല്ലാതെ ദേഷ്യത്തോടെയാണോ? പുഞ്ചിരിയോടെ അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കഴുത്തില് പുതപ്പിട്ട് അരച്ച് എന്റെ കഴുത്തിൽ ഇപ്പൊ പാടായി എന്നിട്ട് എന്നോട് ചോദിക്കാല്ലേ? അങ്ങനെ പറയും അല്ലേ? പക്ഷേ നബി എന്ത് ചെയ്തില്ല? അങ്ങനെ പറഞ്ഞില്ല. എന്ത് സൽസ്വഭാവം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മാതൃകയാക്കണം. ഓക്കെ, അടുത്ത നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്തില്ല. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചിട്ടില്ല, വെറുപ്പ് കാണിച്ചിട്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പറഞ്ഞിട്ടില്ല, പിന്നെ വെറുപ്പ് കാണിച്ചിട്ടും ഇല്ല അല്ലേ? എത്ര നല്ല സ്വഭാവം! സൽസ്വഭാവത്തിന് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് അല്ലേ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ സൽസ്വഭാവത്തിന്റെ കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും അല്ലേ? സൽസ്വഭാവത്തിന്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൽസ്വഭാവത്തിന്റെ ഉത്തമ മാതൃകയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാകുമോ? അത് സൽസ്വഭാവികൾക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. എന്താണ്? സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റിൽ ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇരിക്കാൻ പറ്റും. പക്ഷെ ആർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്? സൽസ്വഭാവികൾക്ക്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റ് അല്ലേ? പിന്നെ
പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ് എന്തൊക്കെ? പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, അല്ലെ? നല്ലത് മാത്രം പറയുക, ചീത്ത വാക്ക് ഒരിക്കലും പറയരുത്. അതൊക്കെ ആരുടെ ലക്ഷണങ്ങളാണ്? സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. നല്ല സ്വഭാവമുള്ളവരോട് കൂടിയാൽ നമുക്കും സൽസ്വഭാവികളായി മാറാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പൊ എന്താണ്, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്. അപ്പൊ നിങ്ങൾ ഏത് കൂട്ടുകാരോടാണ് കൂടുന്നത് അതേപോലെ നിങ്ങളുമാവും. ഇപ്പൊ ചീത്ത കൂട്ടുകാരെ കൂടെയാണെന്നെങ്കിൽ ചീത്ത വരും. അപ്പൊ എന്ത് ചെയ്യണം? നല്ല കൂട്ടുകാരുടെ കൂടെ എന്ത് ചെയ്യണം? കൂടണം, അല്ലേ? സൽസ്വഭാവികളായ കൂട്ടുകാരോട് കൂടണം. പിന്നെ ഇതൊരു ഹദീസാണ്. എന്ത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. എന്താണ്? മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. ഇനി തദ്രിബാത്ത് നോക്കൂ. അത്തദ്രിബാത്ത് 1. താഴെ പറയുന്നവയിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ കള്ളിയിൽ എടുത്തെഴുതുക. സത്യസന്ധത, അത് നല്ല സ്വഭാവമാണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കള്ളിയിൽ എഴുതണം. ഏഷണി നല്ല സ്വഭാവമാണോ? അല്ലേ, നല്ല സ്വഭാവമല്ല. അസൂയ നല്ല സ്വഭാവമാണോ? അല്ല, അപ്പോ എഴുതണ്ട. വിനയം, കാരണം എന്താ? കൈൻഡ്, അല്ലേ? വിശ്വസ്തത നല്ല സ്വഭാവമാണോ? അല്ലേ, ആണ്. ട്രൂത്ത്ഫുൾനെസ്. ക്ഷമിക്കുക, കേഴ്സ് ചെയ്യുക നല്ല സ്വഭാവമാണോ? അല്ല. കളവ് പറയുക നല്ല സ്വഭാവമാണോ? അല്ല. ചതിക്കുക നല്ല സ്വഭാവമാണോ? അല്ല. ചതിക്കുക പറഞ്ഞെന്താ? ചീറ്റ് ചെയ്യുക. അതെന്താണ്? നല്ല സ്വഭാവമാണോ? അല്ല. പിന്നെയോ? സഹായിക്കുക നല്ല സ്വഭാവമാണോ? ആണ്. പുഞ്ചിരിക്കുക നല്ല സ്വഭാവമാണോ? നിങ്ങളൊന്ന് പുഞ്ചിരിച്ചേ. എങ്ങനെയാ പുഞ്ചിരിക്ക? ഇങ്ങനെയാണല്ലേ? ചിലവരെന്ത് ചെയ്യും? പൊട്ടിച്ചിരിക്കും. അങ്ങനെ ചിരിക്കരുത്, അത് കളിയാക്കണ പോലെയാ. പക്ഷെ നമ്മള് കളിയാക്കിയിട്ടുണ്ടാവില്ല. അവർക്ക് എന്താ തോന്നാ? കളിയാക്കിയത് പോലെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? പുഞ്ചിരിച്ച് സലാം പറയാ, പുഞ്ചിരിച്ച് സംസാരിക്ക. 2. എഴുതാം. ഞാൻ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നവളാണ്. നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതാ. എന്താണ്? ഞാൻ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നവളാണ്. അടുത്തതോ? ഞാൻ കൂട്ടുകാരെ സ്നേഹിക്കുന്നവനാണ്. എന്ത് ചെയ്യാം? എടുത്തെഴുതാം. ഞാൻ പുഞ്ചിരിച്ച് സലാം പറയുന്നവനാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യാ? എടുത്തെഴുതാം. 3. ഉത്തരം കണ്ടെത്താം. 1. സൽ സ്വഭാവത്തിന്റെ ഉത്തമ മാതൃക ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 2. തന്നെ വേദനിപ്പിച്ച ആറാവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെരുമാറി? പുഞ്ചിരിയോടെ. 3. സൽ സ്വഭാവത്തിന്റെ 4 ഉദാഹരണങ്ങൾ: പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക. 4. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആര്? ആർക്കാണ് തൊട്ടടുത്ത സീറ്റ് കിട്ടുക? സൽസ്വഭാവികൾക്കാണ്. 4. പൂരിപ്പിക്കാം. 1. അക്മലുൽ മുഅ്മിനീന ഡാഷ് അഹ്സനുഹും ഡാഷ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. വിശ്വാസികളിൽ ഈമാൻ ഡാഷ്. വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. 5. ചർച്ച ചെയ്യാം. 1. നിങ്ങളിലുള്ള നല്ല സ്വഭാവങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളിൽ എന്തൊക്കെ നല്ല സ്വഭാവങ്ങളുണ്ട്? ബഹുമാനിക്കുക, സ്നേഹിക്കുക, പുഞ്ചിരിക്കുക, അതൊക്കെ നല്ല സ്വഭാവങ്ങളല്ലേ?
ഇതൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾ എഴുതാം, ചർച്ച ചെയ്യാം. നമുക്കൊരു സലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.